നിനക്കായി മാത്രം ഭാഗം 17. 8ാം നിലയിലുള്ള ഒരു ഓഫീസിലേക്കാണ് അയാൾ ഹരിയെയും കൂട്ടി കയറി ചെന്നത്. അവിടെ ഓരോരുത്തരായി കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ ക്യാമറയും മറ്റുമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഹരിയെ കൂട്ടി ശ്രീറാം നേരെ അനുവാദം ചോദിച്ച് ഒരു ക്യാബിനുള്ളിലേക്ക് കയറി. ആ ക്യാബിനുള്ളിൽ വേറൊരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. സർ, മീറ്റ് മിസ്റ്റർ ഹരിനാരായണൻ. ഹീസ് ഇൻട്രസ്റ്റഡ് ടു ബി വിത്ത് മീ ആസ് മൈ അസിസ്റ്റൻറ്റ്. അതിന് കസേരയിലിരിക്കുന്ന ആൾ എന്തൊക്കെയോ ഹിന്ദിയിൽ മറുപടി പറയുന്നതും അതനുസരിച്ച് ശ്രീറാം എന്തൊക്കെയോ അയാളോട് തിരികെ പറയുന്നതും ഹരി കേട്ടു നിന്നു. ബംഗാളിലേക്ക് പോകണം എന്നൊക്കെ പറയുന്നത് മാത്രം ഹരിക്ക് മനസ്സിലായി. ഹിന്ദി അത്ര അറിവില്ലാത്ത വിഷയമായതുകൊണ്ടാണ് ഒന്നും മനസ്സിലാവാത്തത്. എല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് ശ്രീറാം അവനെ കൂട്ടി ക്യാബിന് പുറത്തേക്കിറങ്ങി. പിന്നീട് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് പേരുടെ അടുത്തുള്ള ഒരു ഒഴിഞ്ഞ ടേബിളിൽ അയാളിരുന്നു. ഹരിയും അകത്തേക്ക് കയറി. സിറ്റ്, ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് വി ആർ ഗോയിങ് ടു ഡു. അയാൾ പറഞ്ഞതും ഹരി അയാളുടെ മുന്നിലെ കസേരയിലേക്കിരുന്നു. അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടതും അവന് വല്ലാത്തൊരു ഉത്സാഹം തോന്നിപ്പോയി. അവൻ പുറത്തേക്കിറങ്ങി. അവരുടെ കമ്പനിയുടെ തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് അവന് വേണ്ടി കൊടുത്തിരുന്നു. ബംഗാളിലേക്കാണ് പോകേണ്ടത്. വെറുതെ പോകാനല്ല, ബംഗാൾ ടൈഗർ. അതിനെ ക്യാമറയിൽ പകർത്തണം. എന്തോ ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷനൊക്കെ വേണ്ടിയിട്ടെന്തോ ആണ്. അതിനെക്കുറിച്ച് പറഞ്ഞതൊന്നും അവന് മനസ്സിലായില്ല. പക്ഷേ ബംഗാളിലേക്ക് ബംഗാൾ ടൈഗറിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണം എന്നത് മാത്രമാണ് അത്രയും നേരം പറഞ്ഞതിൽ നിന്ന് അവന് മനസ്സിലായത്. ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവനുണ്ടായിരുന്നു. 2 ദിവസത്തിന് ശേഷമാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വല്ലാത്തൊരു ഉത്സാഹത്തിലായിരുന്നു. ഫോട്ടോഗ്രാഫി തൻ്റെ ഒരു സ്വപ്നം തന്നെയാണ്. പക്ഷേ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊരു വക്കീലാവണം എന്നൊരു ചിന്തയിൽ അതെല്ലാം മറന്നുപോയിരുന്നു. അല്ലെങ്കിൽ ജീവിതം തന്നെ മറക്കാൻ പ്രേരിപ്പിച്ചു എന്നും പറയാം. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ഹരി ഇന്ന് ശ്രീറാമിൻ്റെ കൂടെ ബംഗാളിലേക്ക് പോകുകയാണ്. ട്രെയിൻ വഴി തന്നെയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹരിയോട് പറഞ്ഞതനുസരിച്ച് വേണ്ടുന്ന വസ്ത്രങ്ങളെല്ലാം അവൻ പാക്ക് ചെയ്തെടുത്തിരുന്നു. ആ യാത്ര ഹരിയുടെ ജീവിതത്തിലെ തന്നെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു എന്ന് പറയാം. അവൻ അവൻ്റെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. അവൻ്റെ ആഗ്രഹത്തിലേക്കുള്ള യാത്ര അതായിരുന്നു ബംഗാൾ. അവിടെ പോയി ശ്രീറാം ദേവ് എന്ന യാതൊരു പരിചയവുമില്ലാത്ത ആളുടെ കൂടെ അവൻ്റെ യാത്ര. പക്ഷേ ആ യാത്രയിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. അവൻ്റെ ജീവിതത്തിലുണ്ടായ മുറിവുകളെല്ലാം പ്രകൃതി മായ്ച്ചു കളയുന്നത് പോലെ തോന്നി. ബംഗാൾ യാത്രയ്ക്ക് ശേഷം ശ്രീറാം എവിടെ പോകുന്നോ അവിടെയെല്ലാം അവനും പോകും. 1 മാസം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ, അവയിൽ പലതും പല സംസ്ഥാനങ്ങളിലും. അതെല്ലാം അവന് ഒരു പുതുപുത്തൻ അനുഭവം തന്നെയായിരുന്നു എന്ന് പറയാം. ആ യാത്രയിൽ അവൻ്റെ മനസ്സിൽ അരുതാത്ത യാതൊരുവിധ ചിന്തകളും ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുതരം വ്യഗ്രതയായിരുന്നു അവൻ്റെ ഉള്ളിൽ. ആഗ്ര, റെഡ് ഫോർട്ട്, ഹ്യൂമിയൻസ് ടോംബ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും നല്ല നാളുകളാണ് അതെന്ന് തോന്നിപ്പോയി ഹരിക്ക്. അങ്ങനെ ഹരി ശ്രീറാമിൻ്റെ കൂടെ കൂടിയിട്ട് 1 മാസം തികഞ്ഞു. അതിനിടയിൽ അവൻ്റെ എക്സാം റിസൾട്ട് വന്നിരുന്നു. ഹരിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. പക്ഷേ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവിടുത്തെ റാങ്ക് ഹോൾഡറാണ് താനെന്നത് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് തന്നെ. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഒരു ദിവസം സ്പോൺസിയോൺ ഉണ്ടെന്ന് പറഞ്ഞ് കോളേജിൽ നിന്ന് വിളിയെത്തി. ഒരു നിമിഷം ഹരി ഒന്ന് ആലോചിച്ചു. ശ്രീറാം ആ സമയം അവനെ കൂട്ടി ബദ്രിനാഥ് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു. ഈ ഒരു സമയത്ത് പോയില്ലെങ്കിൽ പിന്നെ ഈ വർഷം അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഹരി ആകെ ആശയക്കുഴപ്പത്തിലായി. അവന് കോളേജിലേക്ക് പോകാതിരിക്കാനും കഴിയില്ല, എന്നാലോ പോകാനും കഴിയില്ല എന്നൊരവസ്ഥ. അവൻ കാര്യം ശ്രീറാമിനോട് അവതരിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. ആളല്പം ദേഷ്യക്കാരനാണ്. പക്ഷേ തന്നോട് ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. കാര്യങ്ങൾക്കെല്ലാം അല്പം കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ ഒരു ചിട്ടയും ഉള്ള ആളാണ് അദ്ദേഹം. ഈ ഒരു കാര്യം ആളോട് എങ്ങനെയെങ്കിലും പറയണമെന്ന് തീരുമാനിച്ച് അവൻ പതിയെ അയാളുടെ ക്യാബിനിലേക്കെത്തി. സർ, അവൻ അയാളെ വിളിച്ചതും കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യുകയായിരുന്ന അദ്ദേഹം അതിൽ നിന്ന് തലയുയർത്തി അവനെ നോക്കി. ഐ ഹാവ് ടു ടോക്ക് ടു യു സർ. അത് പറഞ്ഞു കഴിഞ്ഞതും അയാൾ മുന്നിലുള്ള കമ്പ്യൂട്ടറിൽ നിന്ന് ശ്രദ്ധ മുഴുവനായിട്ട് അവൻ്റെ നേരെ തിരിച്ചു. സേ ഹരി. സർ, ഐ ഹാവ് ടു ലീവ്. അല്പം താഴ്ന്ന ശബ്ദത്തിലാണ് ഹരി അത് ചോദിച്ചത്. വേർ? അയാളുടെ അടുത്ത ചോദ്യം എത്തി. സർ, ഐ ഹാവ് ടു ഗോ ടു മൈ കോളേജ് ഇൻ ചെന്നൈ. മൈ സ്പോൺസിയോൺ ഈസ് ഓൺ ദിസ് വീക്ക്. ഐ ഹാവ് ടു ബി ദെയർ. ഹരി ഒരു കണക്കിന് പറഞ്ഞതും അയാൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. സ്പോൺസിയോൺ ഈസ് കണ്ടക്റ്റഡ് ഓൺ October 1st, so I will be back within October 3rd or 4th. Hari, our trip is going to be on September 31st, so you won't be here during that time, isn't it? അയാൾ ആലോചനയോടെ പറഞ്ഞതും ഹരി ഒന്ന് മൂളി. ഇറ്റ്സ് ഓക്കെ ഹരി, യു മേ ഡയറക്ട്ലി കം ടു ബദ്രിനാഥ് ഫ്രം ചെന്നൈ. ഐ വിൽ ബി ദെയർ ഓൺ October 3rd. കുറച്ച് സമയത്തെ ആലോചനയ്ക്ക് ശേഷം ശ്രീറാം പറയുന്നത് കേട്ടതും ഒരു നിമിഷം ഹരി വിശ്വസിക്കാനാവാതെ നിന്നുപോയി. ഒരു നിമിഷം അയാൾ പറഞ്ഞത് ശരിക്കുള്ള കാര്യമാണോ അതോ വെറുതെ തന്നെ പറ്റിക്കാനുള്ള രീതിയിൽ പറഞ്ഞതാണോ എന്ന് പോലും ഹരി സംശയിച്ചു. സർ,
അവൻ അയാളെ അവിശ്വസനീയതയോടെ വിളിച്ചു. എനി ഇൻകൺവീനിയൻസ് ഇൻ ദിസ് ഹരി? അവൻ്റെ വിളി കേട്ടതും അവൻ ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ അന്ന് വരുന്നതിലുണ്ടോ എന്ന രീതിയിൽ അയാൾ വീണ്ടും ചോദിച്ചു. അത് കേട്ടതും ഹരി ഇല്ലെന്ന രീതിയിൽ തലയനക്കി. ഓക്കെ, യു ക്യാൻ ഗോ നൗ. ഹാപ്പി ജേണി. ചെറിയൊരു പുഞ്ചിരിയോടെ പറയുന്ന ശ്രീറാമിനെ ഹരിയും ഒരു പുഞ്ചിരിയോടെ തന്നെ തിരികെ നോക്കി. അത്രയും കുറഞ്ഞൊരു കാലയളവ് കൊണ്ട് തന്നെ ഹരിയും ശ്രീറാമും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ബന്ധം ഉടലെടുത്തിരുന്നു. മാത്രമല്ല, ഓഫീസിൽ നിന്നും പറഞ്ഞു കേട്ട ഒരു അറിവുണ്ട് ഹരിക്ക്. ശ്രീറാമിൻ്റെ കൂടെ ഒരുപാട് അസിസ്റ്റൻറ്റുകൾ ഇതിനു മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരാരും അദ്ദേഹത്തിൻ്റെ കൂടെ 1-2 ആഴ്ചയ്ക്കപ്പുറം നിൽക്കാറില്ല. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. ഒരു പ്രത്യേകതരം സ്വഭാവമാണ് ശ്രീറാമിന്. ആൾക്ക് അയാളുടേതായിട്ടുള്ള കുറേ അടക്കും ചിട്ടകളൊക്കെയുണ്ട്. അതെല്ലാം അനുസരിച്ച് തന്നെ വേണം അയാളുടെ കൂടെ ജോലി ചെയ്യുന്നവരും നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറ്റിയില്ലെങ്കിൽ അയാളുടെ സ്വഭാവം മാറും. പക്ഷേ ഹരിക്ക് അയാളുടെ കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു പോകാൻ കഴിയുന്നുണ്ടായിരുന്നു. അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവൻ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചു കേട്ട് ആ രീതിയിൽ തന്നെ പെരുമാറുവാനും അതിനനുസരിച്ച് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാകും ശ്രീറാമിനും ഹരി അത്രയേറെ പ്രിയപ്പെട്ടതായി മാറിയത്. ആദ്യമൊക്കെ ഈ ശ്രീറാം ആരാണെന്നുള്ളതിന് ഹരിക്ക് യാതൊരു അറിവുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ശ്രീറാമിൻ്റേതായിട്ടുള്ള ഒരുപാട് ജേണൽസും ഒരുപാട് ഫേമസ് ഫോട്ടോഗ്രാഫുകളും ഒക്കെ കണ്ടു അവൻ. പക്ഷേ താനിതൊന്നും മുൻപ് കണ്ടിട്ടില്ല എന്ന് മാത്രം. അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറാണ് ശ്രീറാം എന്നറിഞ്ഞപ്പോൾ ഹരിക്ക് ഒരു നിമിഷം അത്ഭുതവും അഭിമാനവും തോന്നിപ്പോയി. ആളുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്നത് തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഹരി കണക്കാക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ചെന്നൈയിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അയാളെ സമീപിക്കുമ്പോൾ ഒരുപക്ഷെ തന്നെ അയാൾ അസിസ്റ്റൻ്റ് പോസ്റ്റിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും എന്ന് പോലും ഹരി ചിന്തിച്ചിരുന്നു. പക്ഷേ താൻ അങ്ങനെ ചോദിച്ചു തന്നിട്ടും അതുണ്ടായില്ല എന്ന് ആലോചിച്ചപ്പോൾ ഹരിക്കും ഒരു നിമിഷം സന്തോഷം തോന്നിപ്പോയി. അങ്ങനെ ഹരി ചെന്നൈയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് ചെന്നൈയിലേക്ക് തീവണ്ടി കയറി. പരിപാടി നടക്കുന്നതിന് ഒരു ദിവസം മുൻപേ തന്നെ ഹരി ചെന്നൈയിലെത്തിയിരുന്നു. കൂട്ടുകാരെല്ലാവരും ഒരു വീടെടുത്ത് താമസിക്കുകയാണ് എന്ന് പറഞ്ഞു. അവരുടെ അടുത്ത് പോകാനുള്ളൊരു താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഹരി ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. അങ്ങനെ മുറിയിലിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഹരിയെ പഠിപ്പിച്ചിരുന്ന സാറ് വിളിക്കുന്നത്. സിബിൻ സാറ്. നാട്ടിൽ ആ സ്ഥലത്തിൻ്റെ പ്രശ്നത്തിലൊക്കെ തന്നെ സഹായിച്ചത് സിബിൻ സാറാണ്. അന്ന് ഇവിടുന്ന് ശ്രീറാമിൻ്റെ കൂടെ പോകുമ്പോൾ താൻ ആകെ ആ വിവരം അറിയിച്ചത് സിബിൻ സാറിനെ മാത്രമാണ്. പിന്നീട് ഇന്ന് വരെ തിരക്കിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒന്ന് വിളിക്കാനോ സംസാരിക്കാനോ പറ്റിയിട്ടില്ല. പക്ഷേ സാർ ഇപ്പോൾ ഇങ്ങോട്ട് വിളിക്കുന്നത് കണ്ടതും ഹരി സംശയത്തോടെ തന്നെയാണ് വേഗത്തിൽ ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത്. ഹലോ സാർ, എവിടെയാ ഹരി നീ? നാളെ പരിപാടിയുള്ള കാര്യം ഓർമ്മയില്ലേ? ഉണ്ട് സാർ, ഞാനിവിടെ ചെന്നൈയിലുണ്ട്. മുരുക ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. ആണോ? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. മുരുക ഹോട്ടലിൽ റൂം നമ്പർ 267 ഹരി അത് പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം സിബിൻ സാറ് തന്നോട് ഇത്ര അത്യാവശ്യമായിട്ട് എന്ത് കാര്യമാണ് പറയാനുള്ളത് എന്ന് ചിന്തിച്ചു. അന്ന് വൈകുന്നേരം ആയപ്പോഴാണ് സിബിൻ സാർ അവൻ്റെ റൂമിലേക്ക് എത്തിയത്. സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടതും ഹരിക്ക് ഒരു നിമിഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് പിടികിട്ടിയില്ല. നമ്മൾ കൊടുത്ത സ്റ്റേ ഓർഡറിൻ്റെ ഒരു ചെറിയ തെളിവ് പോലും ഇപ്പോൾ പഞ്ചായത്തിലോ അയാളുടെ പക്കലോ അവശേഷിക്കുന്നില്ല. നിൻ്റെ അച്ഛൻ എന്തായാലും നല്ല രീതിയിൽ കാശുവാരി എറിഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും ഹരി എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. പിന്നെ സാഗർ കോൺട്രാക്റ്റ് വേണ്ടെന്ന് വെച്ചിരുന്നു. ഇപ്പോൾ പുതിയ ഏതോ ആളാണ് അത് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. നിൻ്റെ അച്ഛന് അതിൽ 50% ഷെയർ ഉണ്ട്. വൈകാതെ തന്നെ അവിടെ പണി തുടങ്ങാനാണ് പോകുന്നത്. ഞാൻ എന്തായാലും നാട്ടിലേക്കൊന്ന് പോകുന്നുണ്ട് സാറേ. പക്ഷേ എന്തായാലും 1 മാസം കൂടി കഴിയും. പറ്റുമെങ്കിൽ എത്രയും വേഗം തന്നെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം ഹരി. എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ അച്ഛൻ ചെയ്യുന്ന കാര്യം ഇല്ലീഗൽ തന്നെയാണ്. അതിനാവശ്യമായിട്ടുള്ള തെളിവുകളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജുഡീഷ്യറി വഴിയൊന്ന് സമീപിക്കാൻ കഴിയും. അതിന് ഹരി ആലോചനയോടെ ഒന്ന് മൂളി. ഈ അടുത്തൊന്നും നാട്ടിലേക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ബദ്രിനാഥിലേക്ക് പോയതിനു ശേഷം തിരികെ എത്താൻ എന്തായാലും 1 മാസത്തിലധികമാകും. ഒടുവിൽ എന്തൊക്കെയോ പറഞ്ഞ് തീരുമാനിച്ചതിന് ശേഷം രാത്രി ആയപ്പോഴാണ് സിബിൻ സാർ തിരികെ പോയത്. അങ്ങനെ പിറ്റേ ദിവസം പറഞ്ഞിരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഹരി കോളേജിലേക്ക് എത്തി. അവിടെ വളരെ ആഘോഷമായ രീതിയിലായിരുന്നു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളിൽ നിന്നും ഫസ്റ്റ് റാങ്ക് ഹോൾഡറായ ഹരിയെ പ്രത്യേകം അഭിനന്ദിക്കുകയും അവനായിട്ട് പ്രത്യേകം സമ്മാനം കൊടുക്കുന്ന ചടങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അവനതെല്ലാം സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. കൂടെ പഠിച്ച കുട്ടികളുടെ എല്ലാവരുടെയും അച്ഛനും അമ്മയും വീട്ടുകാരും എല്ലാവരും വന്ന് ആഘോഷമായിട്ട് സമ്മാനം വാങ്ങുന്നതും സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതും ഒക്കെ കാണുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഒരാളെപ്പോലും ഇല്ല എന്നുള്ളൊരു ദുഃഖം അവനുണ്ടായിരുന്നു. ക്ലാസ്സിലുള്ള എല്ലാവരും കൂടി നിന്ന് ക്ലാസ് ഫോട്ടോ എടുത്തു കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരുമൊത്ത് ഫാമിലി ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. പക്ഷേ തനിക്ക് മാത്രം അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ആരുമില്ല. സ്റ്റേജിൻ്റെ ഒരറ്റത്ത് കസേരയിൽ ചുരുണ്ടുകൂടിയിരുന്നു പോയി ഹരി. ഹരി പെട്ടെന്നാണ് അവൻ തനിക്ക് പരിചിതമായിട്ടുള്ളൊരു ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും അവൻ അത്ഭുതത്തോടെ മുഖമുയർത്തി നോക്കി. ഒരു നിമിഷം താൻ കാണുന്നത് സ്വപ്നമാണോ എന്ന രീതിയിൽ
അവൻ്റെ കണ്ണുകൾ ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും വിടർന്നു പോയി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.